നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിൽ ശിക്ഷയിൽ വാദം ആരംഭിച്ചു. പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. ഷീജ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ഷീജ, സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച കേസാണ്. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കണ്ട തക്കതായ ശിക്ഷ പ്രതിക്ക് നൽകണമെന്ന പ്രോസിക്യൂഷന്റെ വാദം. ഏത് രീതിയിൽ പുരോഗമിക്കുന്നു വാദം? ഏതായാലും കേസിൽ വാദം ഇപ്പോഴും തുടരുകയാണ്. ശിക്ഷയിന്മേലുള്ള വാദമാണ് ഇന്നിപ്പോൾ രാവിലെ 11 മണിയോടുകൂടി തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി 6-ൽ ആരംഭിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പ്രോസിക്യൂഷൻ വാദിക്കുന്നത് ഇതിൽ പ്രതിക്ക് മാനസാന്തരം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഏറ്റവും കൂടിയ ശിക്ഷ തന്നെ പ്രതിക്ക് നൽകേണ്ടതാണ് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത്. കൃത്യം നടക്കുന്നതിന് മുൻപും ശേഷവും പ്രതിക്ക് മാനസിക പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നുള്ളതും പ്രോസിക്യൂഷൻ കോടതിയുടെ മുന്നിൽ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ കൊല്ലപ്പെട്ട ലളിത, ഇവരുടെ ബന്ധുവായ 4ാമതായി കൊലപ്പെടുത്തിയ ലളിത ഒരാഴ്ച മുൻപാണ് പ്രതിക്ക് 1 ലക്ഷം രൂപ നൽകിയത്. എന്നിട്ട് പോലും അത്തരത്തിൽ ഒരു ക്രൂരകൃത്യം പ്രതി നടത്തിയിരിക്കുന്നു. അപ്പോൾ മാനസാന്തരപ്പെടാനുള്ള സാധ്യത അത് വളരെ കുറവാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിക്കുള്ളത്. അതുകൊണ്ട് ഇതിൽ ഏറ്റവും ഉയർന്ന ശിക്ഷയായ വധശിക്ഷ തന്നെ പ്രതിക്ക് നൽകണം. മറ്റൊരു ആനുകൂല്യത്തിനും പ്രതി അർഹനല്ല എന്നുള്ള കാര്യമാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ കോടതിയിൽ വാദിക്കുന്നത്. ഏതായാലും ഈ ശിക്ഷയിന്മേലുള്ള വാദം പൂർത്തിയായതിനു ശേഷമായിരിക്കും ശിക്ഷ കോടതി വിധിക്കുക. കഴിഞ്ഞ ദിവസം ഏതായാലും പ്രതി കുറ്റക്കാരനാണ് എന്നുള്ളത് കോടതി കണ്ടെത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളിലാണ് ആ പ്രതി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയത്. ഒന്ന്, ഈ 4 കൊലപാതകങ്ങൾ, മറ്റൊന്ന് തെളിവ് നശിപ്പിക്കൽ, മറ്റൊന്ന് വീട് തീയിട്ട് നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഈ 3ലും കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു തരത്തിലും പ്രതിക്ക്, കാരണം പ്രതി വലിയ തോതിൽ ഈ കേസിന്റെ തുടക്കഘട്ടത്തിൽ തന്നെ, അന്വേഷണ ഘട്ടത്തിൽ തന്നെ കേസ് വഴിതിരിച്ചു വിടാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അത് പക്ഷേ പോലീസ് വിലക്കെടുത്തില്ല. പോലീസ് മുഖവിലക്കെടുക്കാതെ പോലീസിൻ്റെതായ രീതിയിൽ ശാസ്ത്രീയ തെളിവുകളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ഈ കേസിൽ എല്ലാ തെളിവുകളും ഉണ്ടാക്കിയതും ആ തെളിവുകളെല്ലാം കോടതിയിൽ എത്തിച്ചതും കോടതിക്ക് മുൻപാകെ അവതരിപ്പിച്ചതും. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം 41ഓളം സാക്ഷികളെ വരെ കോടതി വിസ്തരിക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായി. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ അല്പസമയത്തിനകം ഈ കേസിന്മേലുള്ള ശിക്ഷ പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഏതായാലും ശിക്ഷയിന്മേലുള്ള വാദം ഈ പരമാവധി ശിക്ഷയായ ക്യാപിറ്റൽ പണിഷ്മെന്റ് വധശിക്ഷ തന്നെ നൽകണം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത്. പക്ഷേ പ്രതിഭാഗം ആവശ്യപ്പെടുന്നത് വധശിക്ഷ നൽകരുത്, പ്രതിയുടെ മാനസിക നില കൂടി പരിശോധിച്ചുകൊണ്ട് അതിൽ ഇളവ് നൽകണം എന്നുള്ളൊരു ആവശ്യമാണ് പ്രതിഭാഗം മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും ഇന്ന് തന്നെ ഇതിലുള്ളൊരു ശിക്ഷയുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. വിനിഷ. ശരി, ഷീജയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഏതായാലും നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി കേതൽ ജിൻസൺ രാജയുടെ ശിക്ഷാവിധി എന്താണ് എന്ന് അല്പസമയത്തിനകം തന്നെ അറിയാം.